പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നവ്യയും കുഞ്ഞിനെയും അനന്തപുരിലോട്ട് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുകയാണ്. അഭി നവ്യയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്ന വിശ്വാസത്തിലാണ് നവ്യയും അച്ഛനും അമ്മയും ഒക്കെ ഉള്ളത്. പക്ഷേ അഭിയുടെ കാര്യത്തിൽ നയനയ്ക്ക് വളരെയധികം സംശയമുണ്ട്. അവൻ ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്നുള്ള ആ ഒരു സ്നേഹം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. എന്തൊക്കെയോ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് മാത്രമേ അവന് സ്നേഹിക്കാൻ പറ്റുകയുള്ളൂ. അല്ലാതെ യഥാർത്ഥ സ്നേഹം ഒന്നും അവൻ കാണിക്കത്തില്ല. അവൻ്റെ അമ്മയുടെയും സ്വഭാവം അങ്ങനെ ആയതുകൊണ്ട് തന്നെ അവന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള ആ ഒരു ചിന്തയിൽ തന്നെയാണ് നമ്മുടെ നയന ഉള്ളത്. അങ്ങനെ അഭിയും നവ്യയും റൂമിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നവ്യ പറയുന്നുണ്ട്, ഇപ്പോൾ നീ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹം ഞാൻ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. നമ്മൾ ഒരുമിച്ച് സന്തോഷത്തോടു കൂടി പുറത്തൊക്കെ പോയിട്ട് എത്ര കാലമായി. അന്ന് നീ എന്നെ സ്നേഹിക്കുന്ന സമയത്ത് നമ്മൾ പുറത്തൊക്കെ ഇടയ്ക്ക് പോവുകയായിരുന്നു. പിന്നീടല്ലേ നിന്റെ സ്വഭാവം ഒക്കെ മാറിയതും. പിന്നെ പണ്ടേ നിന്റെ സ്വഭാവം അങ്ങനെ ആയിരുന്നു എന്നുള്ളത് പിന്നീടല്ലേ എനിക്ക് മനസ്സിലായത് എന്നുള്ളതൊക്കെ നമ്മുടെ നവ്യ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അഭി പറയുന്നുണ്ട്, നീ പണ്ടത്തെ കാലത്തെക്കുറിച്ചൊന്നും എന്നെ ഓർമ്മിപ്പിക്കല്ലേ. അതൊന്നും ഓർക്കാൻ എനിക്കിപ്പോൾ ഇഷ്ടമില്ല. ഞാനിപ്പോൾ അത്രയ്ക്കും മാറിയിരിക്കുന്നു. എൻ്റെ ഭാര്യയും കുഞ്ഞിനെയും ഞാനിപ്പോൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അന്ന് നിനക്ക് തരാത്തതൊക്കെ ഇപ്പം ഞാൻ നിനക്ക് തരും. നിനക്ക് എന്താണ് ഇപ്പോൾ വേണ്ടത്? നീ എന്തായാലും എന്നോട് പറ. എന്നെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ ഞാൻ സാധിച്ചു തരും എന്നൊക്കെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അഭി പറയുകയാണ്. ആ സമയത്ത് നവ്യ പറയുന്നുണ്ട്, നീ എനിക്ക് വലുതായിട്ടൊന്നും ചെയ്യണ്ട. എനിക്ക് വലുതായിട്ടുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല. ചെറിയ ചെറിയ കുഞ്ഞ് ആഗ്രഹം മാത്രമുള്ളൂ. ഇപ്പോൾ നമുക്ക് ഒന്നിച്ച് പുറത്ത് പോയി ഒരു ചായയൊക്കെ കുടിച്ചാലോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് അഭി ചോദിക്കുന്നുണ്ട്, ഓ ഇത്രയേ ഉള്ളൂ, ഇതാണോ നിൻ്റെ ആഗ്രഹം എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഇതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ ഒന്നിച്ച് ചെറിയ രീതിയിലെങ്കിലും പുറത്ത് പോകുന്നത് എനിക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് എന്നൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് എന്നും ഒക്കെ പറയുകയാണ് നവ്യ. അങ്ങനെ അഭി പറയുന്നുണ്ട്, ഏതായാലും നീ മാറ്റിക്കോ, നമുക്ക് പോവാം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഒന്നിച്ച് ചിരിച്ച് സന്തോഷത്തോടു കൂടി പുറത്തോട്ട് ചായ കുടിക്കാൻ പോവുകയാണ്. ഈ കാഴ്ച കണ്ടിട്ടാണ് നമ്മുടെ ജലജ അവിടെ നിൽക്കുന്നത്. എന്നിട്ട് സങ്കടത്തോടു കൂടി ചിന്തിക്കുന്നുണ്ട്, ഓ ഇപ്പോൾ ഭാര്യയോട് വലിയ അടുപ്പമാണല്ലോ, ഇതങ്ങനെ വിട്ടാലൊന്നും പറ്റില്ല. എന്നെ മറന്നിട്ട് അവൻ അങ്ങനെ അവളെ സ്നേഹിക്കേണ്ട. എന്നെ ഒന്ന് പുറത്തു കൊണ്ടുപോവുകയോ എനിക്കൊരു ചായ വാങ്ങിച്ചു തരികയോ ഒന്നും ചെയ്യത്തില്ല. ഇപ്പോൾ ഭാര്യയെ സ്നേഹിക്കാൻ വന്നിരിക്കുന്ന ഒരു ഭർത്താവ് എന്നൊക്കെ പിറുപിറുത്തോണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ആ ഒരു സമയത്താണ് നമ്മൾ ദേവയാനി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ദേവയാനി ജലജയോട് ചോദിക്കുന്നുണ്ട്, എന്താ ജലജ നീ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? അഭിയും നവ്യയും പോകുന്നത് കണ്ടിട്ടാണല്ലോ നീ നോക്കി നിൽക്കുന്നത്. അതെന്തേ നിനക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ലേ ആ കാഴ്ച എന്നൊക്കെ പറയുന്ന സമയത്ത്, എന്താ ഏട്ടത്തി ഈ പറയുന്നത്? അവർ പോകുന്നത് നോക്കി ഞാൻ സന്തോഷത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് എന്നൊക്കെ കള്ളം പറയുകയാണ്. ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട്, ഓ സന്തോഷത്തോടു കൂടിയാണോ അല്ലാതെയാണോ എന്നുള്ളത് നിന്റെ മുഖത്ത് നിന്ന് തന്നെ എനിക്ക് വായിച്ചെടുക്കാൻ പറ്റും എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് ജലജ പറയുന്നുണ്ട്, എനിക്ക് അവളെയും കൂട്ടിയിട്ട് പോയത് കൊണ്ടല്ല, ഇടയ്ക്കൊക്കെ എന്നെയും കൂട്ടി അവന് പുറത്ത് പൊയ്ക്കൂടെ എന്നൊക്കെ പറയുകയാണ് ജലജ. ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട്, അങ്ങനെയുള്ള സ്വഭാവമൊക്കെ മകനുണ്ടാവണമെങ്കിൽ അമ്മ മകനെ അങ്ങനെ കൊണ്ടു നടക്കണം, അങ്ങനെ സ്നേഹിക്കണം. അല്ലാതെ പെട്ടെന്നൊരു നാളൊന്നും മകന് അമ്മയോട് സ്നേഹം എന്നുള്ളതൊന്നും പൊട്ടിപ്പുറപ്പെടില്ല. പിന്നെ നവ്യയോട് ഈ കാണുന്ന സ്നേഹമൊക്കെ കള്ളത്തരവും ചതിയും ആവാതിരുന്നാൽ മതിയായിരുന്നു. അവൻ്റെയും നിൻ്റെയും കാര്യമായതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുകയാണ് ദേവയാനി. എന്നിട്ട് ദേവയാനി അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ പിന്നീട് അഭിയും നമ്മുടെ നവ്യയും തിരിച്ചെത്തുന്നുണ്ട്. അങ്ങനെ നവ്യ മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ പോവുകയാണ്. അഭി ബാൽക്കണിയിലോട്ടും പോവുകയാണ്. എന്നിട്ട് നമ്മുടെ ചന്തുവിന് അനഘയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്തായാലും അനഘയുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം, അല്ലെങ്കിൽ എനിക്ക് എന്തായാലും മുന്നോട്ടുള്ള ജീവിതം വളരെയധികം പ്രയാസമാണ്. ഇവളെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ആയിരിക്കില്ല, പിന്നെ കിട്ടാനുള്ള സ്വത്തും കാര്യമൊന്നും കിട്ടില്ല എന്നൊക്കെയുള്ള ചിന്തയിലാണ് നമ്മുടെ അഭി നിൽക്കുന്നത്. ആ സമയത്താണ് ജലജ അവിടേക്ക് വരുന്നത്. എന്നിട്ട് ജലജ ചോദിക്കുന്നുണ്ട്, എന്താണ് ഞാൻ ഈ കാണുന്നത്? നിനക്കെന്താ ഇപ്പോൾ ഭാര്യയോട് പെട്ടെന്നൊരു സ്നേഹം? അവളെ പുറത്തോട്ട് കൊണ്ടുപോകുന്നു, കളിച്ച് ചിരിച്ച് നടക്കുന്നു, എന്താ നിൻ്റെ ഉദ്ദേശം എന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ അഭി ചോദിക്കുന്നുണ്ട്, അമ്മ എന്തൊക്കെയാണ് ചോദിക്കുന്നത്? എനിക്കെന്തോ ഉദ്ദേശം? എൻ്റെ ഭാര്യയല്ലേ, ഭാര്യയും എൻ്റെ കുഞ്ഞിനെയും ഞാനല്ലാതെ പിന്നെ വേറെ ആരാ സ്നേഹിക്കുക എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ജലജ പറയുന്നുണ്ട്, ഓ പെട്ടെന്നൊരു താള് നിനക്ക് ഭാര്യയോട് അങ്ങ് സ്നേഹം പുറപ്പെടുകയാണല്ലോ. പിന്നെ നീ എൻ്റെ മകനല്ലേ, നീ ഒന്നും കാണാതെ അവളെ സ്നേഹിക്കത്തില്ല എന്നുള്ളത് എനിക്ക് നല്ലോണം അറിയാം. നീ എന്നിൽ നിന്ന് എന്തൊക്കെയോ ഇപ്പോൾ മറച്ചു വെക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് ജലജ. ആ സമയത്ത് അഭി പറയുന്നുണ്ട്, എന്തായാലും അതൊക്കെ പിന്നാലെ അമ്മ അറിഞ്ഞോളും, ഇപ്പോൾ എന്തായാലും എന്നോട് അതേക്കുറിച്ചൊന്നും ചോദിക്കരുത് എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് ജലജ വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്താണ് ഞാനറിയാത്ത രഹസ്യം നിനക്കുള്ളത്? നീ പണ്ടൊക്കെ എന്നോടെല്ലാം പറയുമായിരുന്നു, ഇപ്പോൾ നീ എന്നിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട് എന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയത്ത് അഭി പറയുന്നുണ്ട്, അമ്മ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറയാനുള്ളത് പിന്നീട് എല്ലാം പറയാമെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ പിന്നീട് അഭിക്ക് പെട്ടെന്നൊരു ഫോൺ കോൾ വരികയാണ്. ആ ഫോണും എടുത്തിട്ട് പെട്ടെന്ന് മുറിയിലോട്ട് പോകുന്നുണ്ട്. അങ്ങനെ മുറിയിൽ ചെന്ന് ഫോൺ എടുക്കുന്ന സമയത്ത് അത്
നമ്മുടെ അബി ഏൽപ്പിച്ച ഗുണ്ടകളായിരുന്നു. അങ്ങനെ അനഘയുടെ കാര്യങ്ങളും ഒക്കെ സംസാരിക്കുകയാണ്. എന്ന് ചോദിക്കുന്നുണ്ട്, എന്താ അവളുടെ പാട്? അവൾ അങ്ങനെ തന്നെയല്ലേ, ചുണ്ടൊന്നും കാലൊന്നും അനക്കിയിട്ടൊന്നുമില്ലല്ലോ, വളരെയധികം ശ്രദ്ധിക്കണം. അവൾ സംസാരിച്ചു തുടങ്ങിയാൽ പിന്നെ എൻ്റെ നിലനിൽപ്പ് തന്നെ വഷളാകും. ആ കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനാണ് എന്നുള്ളത് സത്യം അവൾ വിളിച്ചു പറഞ്ഞാൽ പിന്നെ ഞാൻ ഇല്ലാതാവുന്നതാണ് നല്ലത് എന്നൊക്കെ അബി പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സംസാരം കേട്ടിട്ടാണ് നമ്മുടെ നവ്യ അവിടേക്ക് വരുന്നത്. അങ്ങനെ നവ്യ അവൻ്റെ ഒരു സംസാരം കേട്ട് ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് നവ്യ ചിന്തിക്കുന്നുണ്ട്, ഇവൻ ആരെക്കുറിച്ചാണ് ഈ സംസാരിക്കുന്നത്? ഏതായാലും ഏതൊരു പെൺകുട്ടിയുടെ കാര്യമാണല്ലോ ഇവൻ സംസാരിക്കുന്നത്. ഇവൻ്റെ സ്നേഹം വന്നതുപോലെ തന്നെ ഇനിയും ചതിയാണോ എന്നൊക്കെ ചിന്തിച്ചിട്ട് എന്താണ് അവൻ സംസാരിക്കുന്നത് എന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. ആ സമയത്ത് അബി പറയുന്നുണ്ട്, അവളെ ഞാൻ പ്രണയിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. അവളിൽ എനിക്കൊരു കുഞ്ഞുണ്ടായി എന്നുള്ളതും സത്യം തന്നെയാണ്. അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ ആ കുഞ്ഞു കാരണം ഇനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് കിട്ടാനുള്ള സ്വത്തൊന്നും ഇനി എനിക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൾ സംസാരിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. അവൾ സംസാരിച്ച് തുടങ്ങിയാൽ പിന്നെ അവളെ വെച്ചേക്കാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ അബി സംസാരിക്കുകയാണ്. ആ സമയത്ത് അനഘയുടെ പേരും ചന്തുമോളുടെ പേരും ഒക്കെ അബി പറയുന്നുണ്ട്. അത് കേട്ട് ആകെ ഞെട്ടിത്തരിച്ച് ഷോക്കായി നിൽക്കുകയാണ്. എന്താ ഇവൻ ഈ പറയുന്നത്? അനഘയുമായിട്ട് ഇവന് ബന്ധമുണ്ട്, ചന്തുമോൾ ഇവൻ്റെ മകളാണ് എന്നുള്ള രീതിയിലല്ലേ ഇവൻ സംസാരിക്കുന്നത്? ഇത്രയും കാലം എന്നെ ചതിക്കുകയായിരുന്നല്ലേ ഇവനെ എന്തായാലും വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളത് പലതവണ എനിക്ക് തെളിയിച്ച് തന്നിട്ടുള്ളതാണ് ദൈവം. പക്ഷേ ഞാൻ പിന്നീട് വീണ്ടും വിശ്വസിച്ച് പോകുന്നതാണ്. എന്തിനാണ് ദൈവമേ എനിക്ക് ഇങ്ങനെ ഒരു സങ്കടം ഇടയ്ക്കിടയ്ക്ക് തരുന്നത്? എൻ്റെ കുഞ്ഞുണ്ടായിട്ട് എന്നെ സ്നേഹിക്കുമെന്ന് ഞാൻ കരുതി നിൽക്കുകയായിരുന്നല്ലോ ഈശ്വര എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടി കരയുകയാണ് നമ്മുടെ നവ്യ. എന്നിട്ട് ചിന്തിക്കുന്നുണ്ട്, ഈ ചതിയനെ ഞാൻ വെറുതെ വിടില്ല. ഒരുപാട് നാൾ എന്നെ ചതിച്ചു, ഇനിയും എന്നെ ചതിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇത് ഉറപ്പാണെന്നുണ്ടെങ്കിൽ അവനെ ഞാൻ വെറുതെ വിടില്ല. അവന് തക്കതായ ശിക്ഷ തന്നെ ഞാൻ വാങ്ങിക്കൊടുക്കും എന്നുള്ളത് മനസ്സിൽ ഉറപ്പിച്ച് നിൽക്കുകയാണ് നവ്യ.